ഗായ്സ്, മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാടൻ പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പരിപ്പ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോളയും 2 പച്ചമുളകും ഇട്ട് കൊടുത്ത് നുള്ളു മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് ഒരു 2 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് പരിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്ത് താളിപ്പിനായി സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 3-4 വത്തലമുളകും പിച്ചിയിട്ട് മുളക് നന്നായി മൂത്ത് വരുമ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറത്തിലാവുന്ന വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ നിറയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ പരിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സമയാത്ത ദിവസങ്ങളിലെല്ലാം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ വെറും 10 മിനിറ്റ് മാത്രം മതിയാവും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.